രവിയുടെയും ശ്യാമയുടെയും ജന്മനാടായ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചത്. പണ്ടത്തെ സംഭവങ്ങൾക്ക് ശേഷം ആകെ 1-2 തവണ മാത്രമേ രവിയും കുടുംബവും നാട്ടിൽ പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ശിവയുടെ വിവാഹക്കാര്യം അറിഞ്ഞപ്പോൾ രവിയുടെ 2 സഹോദരന്മാരും കല്യാണം തറവാട്ടിൽ വെച്ച് നടത്തണമെന്ന് വാശി പിടിച്ചു. അവരുടെ തറവാട്ടിലെ ഒരേ ഒരു പെൺതിരി ശിവയായതുകൊണ്ട് അവരുടെ എല്ലാ ആഗ്രഹത്തിന് എതിര് പറയാനും രവിക്ക് തോന്നിയില്ല. ശ്യാമയുടെ വീട്ടുകാർക്കും അതുതന്നെയായിരുന്നു കൂടുതൽ സൗകര്യം. ആദിയുടെ വീട്ടിലേക്ക് അവിടുന്ന് 1-2 മണിക്കൂർ ദൂരം മാത്രമേ ഉള്ളൂ. എല്ലാം കൊണ്ടും തറവാട്ടിൽ വെച്ച് നടത്തുന്നതായിരിക്കും ഉചിതമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. ഒരുക്കങ്ങൾ മറ്റും നടത്താൻ വേണ്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ രവി ശ്യാമയെയും ശിവയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് പോയി. കാട്ടാക്കട ടൗണിൽ നിന്നും കുറച്ചധികം ഉള്ളോട്ട് ചെന്നാലാണ് ശിവയുടെ തറവാട് എത്തുന്നത്. ടൗണിൽ നിന്നും കാറുമെല്ലെ ഗ്രാമവീഥിയിലേക്ക് കടന്നു. കാറിൽ നിന്നും പുറത്തേക്ക് നോക്കിയിരുന്ന ശിവയുടെ കണ്ണുകൾ പുറം കാഴ്ചകൾ കണ്ടപ്പോൾ വിടർന്നു. വലിയ രീതിയിലുള്ള വികസനമൊന്നും എത്താത്ത ഒരു പ്രദേശം, നഗരത്തിന്റെ ഒരു തിരക്കുകളും ചെന്നെത്താത്ത മനോഹരമായൊരു സ്ഥലം. റോഡിന് ഇരുവശവും പാടങ്ങളാണ്. പച്ചപ്പെട്ട് പുതച്ചു നിൽക്കുന്ന പാടങ്ങൾ അവളുടെ കണ്ണിന് കുളിർമയേകി. അകലെ തെളിഞ്ഞിരിക്കുന്ന മലനിരകളും കൂട്ടത്തോടെ തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളുമൊക്കെ ഒരു കൊച്ചുകുട്ടിയുടെ കണ്ണിൽ വിരിയുന്ന അത്ഭുതത്തോടെ ശിവ നോക്കിക്കണ്ടു. സിറ്റിയിൽ വളർന്ന ശിവക്ക് ഇത്തരം കാഴ്ചകളെല്ലാം അന്യമായിരുന്നു. വീണ്ടും കുറച്ചു ദൂരം കൂടി താണ്ടി കാർ വലിയൊരു ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് ചെന്നു. വലിയൊരു 4 തറവാടാണത്. വിശാലമായ മുറ്റവും അതിൻ്റെ ഒരു സൈഡിലായി തലയെടുപ്പോടെ പടർന്നു വന്നിൽ നിൽക്കുന്ന മാവുമെല്ലാം ആ വീടിന്റെ ഭംഗി കൂട്ടി. കാറിൽ നിന്നും ഇറങ്ങിയ ശിവ ചുറ്റും നോക്കി. ഇവിടുത്തെ ഒരു വസ്തുവിനും ഒരു മാറ്റവുമില്ലെന്ന് അവൾ അത്ഭുതത്തോടെ ഓർത്തു. ശിവക്ക് അച്ഛന്റെ തറവാട് ഒരുപാട് ഇഷ്ടമായിരുന്നു. 1-2 തവണ മാത്രമേ വന്നിട്ടുള്ളൂവെങ്കിലും അവിടുത്തോട് വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു ശിവക്ക്. കാറിന്റെ ശബ്ദം കേട്ടതും അകത്തു നിന്നും 1-2 പേർ പുറത്തേക്ക് ഇറങ്ങി വന്നു. രവിയുടെ സഹോദരന്മാരായ സുനിലും മഹേഷുമായിരുന്നു അത്. ഒപ്പം അവരുടെ ഭാര്യമാരായ യമുനയും ദീപയും. വലിയേട്ടാ, അവരിരുവരും ഓടിച്ചെന്ന് രവിയെ ചേർത്ത് പിടിച്ചു. ദാ സുനി, മഹി. തന്റെ കൂടെപ്പിറപ്പുകളെ കണ്ട സന്തോഷം രവിയുടെ കണ്ണുകളിലും തിളങ്ങി നിന്നു. എത്ര നാളായി വലിയേട്ടനെ കണ്ടിട്ട്, സുനിൽ പറഞ്ഞു. യമുനയും ദീപയും വന്ന് ശിവയെ ചേർത്ത് പിടിച്ചു. എന്റെ മോള് വലുതായി പോയല്ലേ എടുത്തി, ഇത്തിരിയോളുള്ളപ്പോ കണ്ടതല്ലേ മോളെ, യമുന ശിവയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. കെട്ടിപ്പിടുത്തവും മറ്റും കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉള്ളിലോട്ട് കയറി ചെന്നു. ദീപയായിരുന്നു ശിവയുടെ മുറി കാണിച്ചു കൊടുത്തത്. ഒരുപാട് ദൂരെ യാത്ര ചെയ്തല്ലേ, നല്ല ക്ഷീണം കാണും, മോള് ചെന്ന് കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ചെറിയമ്മ പോയി ചായ എടുത്തു വെക്കാം. ദീപ പോയതും ശിവ അടച്ചു വെച്ചിരുന്ന ജനൽ തുറന്നിട്ടു. മുറ്റത്തിന്റെ ഒരു സൈഡിലായി പടർന്നു നിൽക്കുന്ന മുല്ലയിൽ നിന്നുള്ള മനമയക്കുന്ന സുഗന്ധം അവളുടെ മൂക്കിലേക്കെത്തി. അവൾ കുറച്ചു സമയം ആ ഗന്ധം ആസ്വദിച്ചു നിന്നു. ശേഷം ബാഗിൽ നിന്നൊരു ലോങ് കുർത്തിയും പലാസോയും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കിണറ്റിൽ നിന്നും കോരിവെച്ച വെള്ളമായതിനാൽ ശരീരത്തിൽ വീണപ്പോഴേ വല്ലാത്തൊരു ഉന്മേഷം തോന്നി ശിവക്ക്. ഒരുപാട് കാലത്തിന് ശേഷം മനസ്സൊന്ന് തണുത്തുപോലെ തോന്നി. കുളിയും കഴിഞ്ഞ് നനഞ്ഞ മുടി തോർത്തിയതിനു ശേഷം കുറച്ച് മുടിയെടുത്ത് ഇല്ലിയിട്ട് കെട്ടി. അപ്പോഴും മുടിയിൽ നിന്ന് വെള്ളമിറ്റി വീണുകൊണ്ടിരുന്നു. ശിവ താഴേക്ക് ചെല്ലുമ്പോൾ രവിയും ചെറിയച്ചന്മാരും സംസാരിച്ചിരിക്കുന്നതാണ് കണ്ടത്. അവൾ അവരോട് ഇത്തിരി നേരം സംസാരിച്ചിരുന്ന് അടുക്കളയിലേക്ക് പോയി. ആഹാ, മോള് വന്നല്ലോ, ദീപ ശിവയെ നോക്കി പറഞ്ഞു. മോളെ കാത്തു നിൽക്കുമായിരുന്നു ഞങ്ങൾ, വാ കഴിക്കാലോ. മോൾ ചെന്ന് അവരോട് കഴിക്കാനായി വരാൻ പറയൂ. കപ്പുകളിലേക്ക് ചായ ഒഴിക്കുന്നതിനിടയിൽ യമുന പറഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം സഹോദരങ്ങളോടൊപ്പം ഒന്നിച്ച് കഴിക്കുമ്പോഴുണ്ടായ സന്തോഷം ശിവക്ക് രവിയുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞു. ഭക്ഷണം കഴിഞ്ഞതും യാത്രാക്ഷീണം തോന്നിയതുകൊണ്ട് ശിവ അല്പസമയം കിടക്കാനായി മുറിയിലേക്ക് പോയി. നല്ല ക്ഷീണമുണ്ടായതിനാൽ കിടന്നപ്പോഴേ അവൾ ഉറങ്ങിപ്പോയി. ഉറക്കമുഴുന്നതും ശിവ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന 4 ജോഡി കണ്ണുകളെയാണ്. ആ കണ്ണുകളുടെ ഉടമകൾ മറ്റാരുമല്ലായിരുന്നു, സുനിലിന്റെയും മഹേഷിന്റെയും മക്കളായ അർണവ്, ആയുഷ് എന്നിവരായിരുന്നു. ആസ്തിക് വർണ്ണവും സുനിലിന്റെ മക്കളാണ്. ആസ്തിക് +1 പഠിക്കുന്നു, അർണവ് 9. ആയുഷും മഹേഷിന്റെ മക്കളാണ്. 2 പേര് ഇരട്ടകളാണ്, 7 പഠിക്കുന്നത്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വീഡിയോ കോളിങ്ങിലൂടെ എപ്പോഴും പരസ്പരം കാണാറുള്ളതുകൊണ്ട് ശിവയും കുട്ടികളും അത്യാവശ്യം നല്ല കമ്പനിയാണ്. ശിവ അവരുടെ പ്രിയപ്പെട്ട ചേച്ചിക്കുട്ടിയാണ്. എന്താ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ നോക്കുന്നേ? എല്ലാവരുടെയും നോട്ടം കണ്ടപ്പോൾ ശിവ ചോദിച്ചു. എന്തൊരു ഉറക്കാ ചേച്ചി ഇത്, ഞങ്ങൾ വന്ന് ഇത്രയും നേരമായിട്ടും ചേച്ചി അറിഞ്ഞുകൂടിയില്ല, ആരുഷ് പറഞ്ഞു. അയ്യോ, അപ്പൊ നേരം വൈകുന്നേരമായോ? ശിവ വെപ്രാളത്തോടെ എണീറ്റുകൊണ്ട് ചോദിച്ചു. എന്റെ ചേച്ചി വൈകുന്നേരമായിട്ടൊന്നുമില്ല, ഉച്ചയായിട്ടേ ഉള്ളൂ, അർണവ് പറഞ്ഞു. ഉച്ചയായതേ ഉള്ളൂ? നിങ്ങൾ എന്താ എന്നിട്ട് ഈ സമയത്ത്? ഓ അതോ,
അതിന് സ്ട്രൈക്കായിരുന്നു ചേച്ചി. അതുകൊണ്ട് എല്ലാവരെയും നേരത്തെ വിട്ടു. ആസ്തികാണ് മറുപടി നൽകിയത്. അതെന്തായാലും നന്നായി, എനിക്ക് കൂട്ടായല്ലോ. ശിവ ആയുഷിനെയും ആരുഷിനെയും ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഞങ്ങൾ എത്ര ദിവസമായി എന്നറിയോ ചേച്ചി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. എന്റെ മക്കളെ, നിങ്ങൾക്ക് എന്നോട് ഇത്ര സ്നേഹവും? ശിവ ചിരിയോടെ ചോദിച്ചു. എന്റെ പൊന്നു ചേച്ചി, ഈ മൂന്നെണ്ണത്തിനെയും മോന്നെണ്ണം അടുത്തു. ഇനി ചേച്ചിയെ കാണാമെന്ന് കരുതിയ. കൂട്ടത്തിൽ ഏറ്റവും വിരുദ്ധനായ ആരുഷ് പറഞ്ഞു. അത് കേട്ടതും ബാക്കി എല്ലാവരും കൂടി അവനെ നോക്കി ദഹിപ്പിച്ചു. ആഹാ, നിങ്ങൾ ഇവിടെ കഥയും പറഞ്ഞ് നിൽക്കുവാണോ? മോളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടല്ലേടാ നിങ്ങൾ ഇങ്ങോട്ട് വിട്ടത്? അങ്ങോട്ടേക്ക് വന്ന ദീപ നാലെണ്ണത്തെയും നോക്കി ചോദിച്ചു. സോറി അമ്മേ, ചേച്ചിയെ കണ്ടപ്പോ ഞങ്ങൾ വന്ന കാര്യം മറന്നുപോയി. ആയുഷാണ് ദീപയുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകിയത്. ആ, ഞാൻ നേരത്തെ മോളെ വിളിക്കാൻ വന്നിരുന്നു. ആ സമയം മോള് നല്ല ഉറക്കായിരുന്നു. ഉറക്കം കണ്ടപ്പോ മോളെ ശല്യപ്പെടുത്തേണ്ടെന്ന് തോന്നി. ഞാനൊന്നും അറിഞ്ഞില്ല ചെറിയമ്മേ, ഭയങ്കര ക്ഷീണായിരുന്നു, അതാ ഉറങ്ങിപ്പോയത്. എന്നിട്ടിപ്പോ ക്ഷീണെല്ലാം മാറിയ മോളെ? ആ, മാറി ചെറിയമ്മേ, ഇപ്പൊ കുഴപ്പമില്ല. എന്നാ ഊണഴിക്കാൻ വന്നോളൂ, എല്ലാവരും മോളെ കാത്തിരിക്കുക. ശിവ അവരോടൊപ്പം താഴേക്ക് നടന്നു. ദേ യമുനെ, മോളെത്തി, ഇനി ഊണ് വിളമ്പിക്കോളൂ. ശിവ ഇരുന്ന് കണ്ട സുനിൽ പറഞ്ഞു. എല്ലാവരും ടേബിളിൽ വന്നിരുന്നു. ദീപ എല്ലാവർക്കും ട്യൂഷനിലേയിട്ടു. ശ്യാമയും യമുനയും ദീപയും കൂടി ഭക്ഷണം വിളമ്പിക്കൊടുത്തു. പച്ചടിയും കിച്ചടിയും അവിയലും തോരനും കൂട്ടുകറിയും പുളിശ്ശേരിയും കണ്ണിമാങ്ങാച്ചാറും പപ്പടവും പഴവും വലിയപ്പേരിയും ചെറിയപ്പേരിയും സാമ്പാറും പാരടിയും എല്ലാം അവരുടെ മുമ്പിൽ നിരന്നു. എല്ലാം ഒരുമിച്ച് കണ്ടപ്പോഴേ ശിവയുടെ വയറ് നിറഞ്ഞു. ആഹാ, കൊള്ളാലോ, നല്ലൊരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടല്ലോ. ദീപയും യമുനയും നോക്കി രവി ചോദിച്ചു. ഒരുപാട് കാലത്തിന് ശേഷമല്ലേ ഏട്ടനെ അടുത്ത് ഞങ്ങളുടെ ഈ രാജകുമാരി ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ പിന്നെ കുറക്കാൻ പാടുണ്ടോ? മിനിമം സദ്യ തന്നെ ഒരുക്കണ്ടേ? ശിവയുടെ തലയിൽ തലോടിക്കൊണ്ട് മഹേഷ് പറഞ്ഞു. സംസാരിച്ചിരിക്കാതെ എല്ലാവരും വേഗം കഴിച്ചു നോക്കി അഭിപ്രായം പറഞ്ഞാട്ടെ. യമുന പറഞ്ഞു. ഇതിന്റെ മണം അനുഭവിക്കുമ്പോ തന്നെ എത്രത്തോളം സ്വാദുണ്ടെന്ന് മനസ്സിലാക്കാൻ യമുനെ. രവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മതിയായെന്ന് ഒത്തിരി തവണ പറഞ്ഞിട്ടും അവിടെ വയറു നിറയെ കഴിപ്പിച്ചിട്ടാണ് ശിവയെ അവരെല്ലാം വിട്ടത്. ഭക്ഷണം കഴിഞ്ഞതും മുതിർന്നവരെല്ലാം അല്പം വിശ്രമിക്കാനായി അവരവരുടെ മുറികളിലേക്ക് പോയി. ശിവ പിള്ളേർ സെറ്റിനൊപ്പം ഉമ്മർത്തിരുന്നു. ചേച്ചി, ഞങ്ങളുടെ അളിയന്റെ ഫോട്ടോ ഒന്ന് കാട്ടിത്തരൂ? തങ്ങളുടെ ഭാവി അളിയനെ കാണാനുള്ള അതിഭയങ്കരമായ ത്വരയോടെ അർണവ് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും അത്രയും നേരം ചിരിച്ചിരിക്കുന്ന ശിവയുടെ മുഖം പെട്ടെന്ന് മങ്ങി. ശരിയാ, നമ്മളിതുവരെ കണ്ടിട്ടില്ലല്ലോ. ചേച്ചി, ഞങ്ങൾ കൂടി കാണട്ടെ, ഞങ്ങളുടെ ഒരേ ഒരു അളിയനെ. ആരുഷും അവരുടെ കൂടെ കൂടി. അത് പിന്നെ ഫോട്ടോ. ശിവയൊന്ന് പരിങ്ങി. ദേ ചേച്ചി, ഒരു ഡിമാൻഡ് അടിക്കാതെ തരുന്നുണ്ടോ? ആസ്തിക് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതും ഫോണിൽ ഒരു ഹോൾഡറിലായി ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ആദിയുടെ ഫോട്ടോസ് ശിവ അവർക്ക് കാട്ടിക്കൊടുത്തു. വാവ്, എന്നൊരു ഗ്ലാമർ ചേച്ചിങ്ങേര്, ശരിക്കും ഹിന്ദി പോലെ ഉണ്ട്. ഈ ചേട്ടൻ ചേച്ചിയെ ലൈനടിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ശിവയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ആരുഷെ തട്ടിവിട്ടു. ആരുഷ് പറഞ്ഞത് കേട്ടതും ഇവൻ 7 തന്നെയല്ലേ പഠിക്കുന്നതെന്ന അർത്ഥത്തിൽ ശിവ അവനെ നോക്കി. കാര്യവൻ വായ തുറന്ന നുണയെ പറയുള്ളൂ എങ്കിലും ഇപ്പൊ ഇവൻ പറഞ്ഞ ശരിയാ ചേച്ചി. ചേട്ടൻ ശരിക്കും കണ്ണൂട്ടരാണെന്ന് തോന്നുന്നു. അല്ലെ പിന്നെ ചേച്ചിയെ നോക്കോ? ഇങ്ങനെയുള്ള ലുക്കിന് മിനിമം ഒരു ദീപികയെങ്കിലും വേണം. അല്ലെങ്കിൽ ആലിയ, ഇനി ഒന്നുമില്ലെങ്കിൽ ഐശ്വര്യ ലക്ഷ്മിയെങ്കിലും ആവണം. അർണ പറഞ്ഞുകൂടി കേട്ടതോടെ ശിവയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കൊടുത്തു. ഇങ്ങോട്ടാ എന്റെ ഫോൺ, ഞാൻ പോവുക. നിങ്ങളിവിടെ അയാളെ പുകഴ്ത്തിയിരുന്നോ? ശിവ എഴുന്നേറ്റ് പോവാനൊരുങ്ങി. അയ്യോ ചേച്ചി, പിണങ്ങല്ലേ, ഞങ്ങൾ തമാശ പറഞ്ഞല്ലേ. ആയുഷ് ശിവയെ പിടിച്ചു നിർത്തി പറഞ്ഞു. ശിവ അത് കേട്ടിട്ടും മൈൻഡാക്കാതെ നിന്നു. ചേച്ചി സത്യം, ഞങ്ങളുടെ ചേച്ചി സൂപ്പർ അല്ലേ, ശരിക്കും നിങ്ങൾ രണ്ടും കിടുക, രണ്ടുപേരും മാച്ചിങ് ആണ്. ആർണവ് പറഞ്ഞു കേട്ടപ്പോൾ ശിവയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഡാ, രവിയെങ്കിലും വിളിച്ചോ? അവരെത്തിയോ? സിദ്ധു ആദിയോട് ചോദിച്ചു. വിളിച്ചടാ, അവർ രാവിലെ തന്നെ എത്തിയെന്ന് പറഞ്ഞു. ആദി, നിനക്ക് പാർവിനെ കാണാൻ തോന്നുന്നുണ്ടോ? എനിക്ക് കാണാൻ തോന്നിയിട്ടെന്താടാ, അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ. ആദി നിരാശയോടെ പറഞ്ഞു. അതിനൊക്കെ വഴിയുണ്ട് മോനെ. എന്തു വഴി? ആദി സംശയത്തോട് ചോദിച്ചു. അതൊക്കെ ഉണ്ട് മോനെ, ചേട്ടൻ ഇപ്പൊ ശരിയാക്കി തരാം. പപ്പു ചേട്ടൻ സ്റ്റൈലിൽ പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ എടുത്തു. ശേഷം അല്പം മാറിന്ന് രവിയെ വിളിച്ചു. അവന്റെ പ്ലാനിംഗ് എല്ലാം അയാൾക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു. ആദി ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിന്നു. സിദ്ധു സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്ത് ആദിയുടെ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ശരിയാക്കി തരാന്ന്. ഈ സിദ്ധു ആരാ മോൻ? ഇട്ടിരുന്ന ബനിയൻ കോളർ പൊക്കി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മനുഷ്യനെ മെനക്കെടുത്ത കാര്യം പറയണ കോപ്പേ. ആദ്യം അവനെ നോക്കി കണ്ണുരുട്ടി. ഓക്കെ ഞാൻ പറയാം. അപ്പൊ കേട്ടോളും മിസ്റ്റർ ആദിത്യ മേനോൻ, താങ്കൾ ഇന്ന് താങ്കളുടെ ഭാവി വധുവിനെ കാണാൻ പോകുന്നു. പാർവിനെയോ? എവിടുന്ന്? നീ ഇതെങ്ങനെ ഒപ്പിച്ചു? നിസ്സാരം, ഇതൊക്കെ എനിക്ക് പൂ പറിക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ്, അല്ലല്ല ഈ PP സിദ്ധാർത്ഥ്. കട്ടിയിൽ നിന്ന് തറയിലേക്ക് ചാടിക്കൊണ്ടവൻ പറഞ്ഞു. ഡാ, ആ ശരത്തിന്റെ കൂടെ നടന്ന് നിന്നെ വെളിവ് പോയോ? സാധാരണ അവനാ ആ സ്ഥാനത്ത് ഇതുപോലുള്ള ചീഞ്ഞ കോമഡി പറയാറുള്ളത്. അത് കേട്ടതും സിദ്ധു ഒരു വളിച്ച ചിരിവാസാക്കി. ഇളിക്കാതെ കാര്യം പറയടാ കൂടെ, നീ എന്താ അങ്ങനെ വിളിച്ച് സംസാരിച്ചേ? പറയാളിയാ പറയാം.
ഞാൻ അങ്കിളെ വിളിച്ച് പാർവിനെ അമ്പലത്തിലേക്ക് ഒന്ന് അയക്കുമെന്ന് ചോദിച്ചു. അങ്കിൾ അയക്കാൻ സമ്മതിക്കുകയും ചെയ്തു. സോ വൈകുന്നേരം നമ്മൾ അവിടേക്ക് പോകുന്നു. അവിടെ വെച്ച് നിനക്ക് എന്റെ പെങ്ങളെ ദർശിക്കാം. സത്യമാണോ? പാറു വരൂ. പാറുവിനെ അങ്കിൾ പറഞ്ഞ് സമ്മതിപ്പിക്കും. ഇപ്പൊ മോന് സന്തോഷമായോ? പിന്നല്ലാതെ, ഒരാഴ്ച കഴിഞ്ഞില്ലേ അവളെ കണ്ടിട്ട്. എന്നാലും നിനക്ക് ഇത്രയൊക്കെ ബുദ്ധിയുണ്ടായിരുന്നോടാ? നിനക്കത് ഇതുവരെ മനസ്സിലായില്ലടാ, ബ്ലഡി ഫൂൾ. അല്ലെങ്കിലും ഷാരൂഖ് ജി പറഞ്ഞത് ശരിയാ, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ എന്ന്. എന്റെ പൊന്നു മോനെ നബിസ്, കൂടുതലൊന്നും പറയാനില്ല. ആദ്യം അവനെ നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു. പിന്നല്ല, ഇനി മോമ്പ് റെഡിയാക്കി. ഇവിടുന്ന് അത്യാവശ്യം ദൂരില്ല അവിടേക്ക്, വെറുതെ ലേറ്റാ വേണ്ട. അത് കേട്ടതും ആദ്യം വേഗം റെഡിയാവാൻ പോയി. ക്ഷേത്രത്തിൽ പോണെങ്കിൽ ഈ കുന്ത്രാണ്ട് കൊടുക്കണമെന്ന് വല്ല നിയമമുണ്ടോ മിസ്റ്റർ രവി മേനോൻ? ശിവ കൊടുക്കാനുള്ള ധാവണി പിടിച്ചു നിൽക്കുന്ന ശ്യാമയോട് ശിവ ചോദിച്ചു. ദേ പെണ്ണെ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇതേ നിന്റെ സിറ്റി അല്ല, നിനക്ക് തോന്നുന്നൊക്കെ ഇട്ടിട്ട് പോവാൻ. ഇവിടേക്ക് ഇത്ര മാന്യമായിട്ടുള്ള ഡ്രസ് ഇട്ട് തന്നെ വേണം പോവാൻ. വേഗം ഉടുത്തു പോവാൻ നോക്കി നീ. അതും പറഞ്ഞ് ശ്യാമ പുറത്തേക്ക് നടന്നു. ശിവ മനസ്സിലാ മനസ്സോടെ അതെടുത്ത് ഉടുത്തു. ധാവണിയൊക്കെ എടുത്ത് എന്റെ മോള് സുന്ദരിയായല്ലോ. ഇതിപ്പോ ആര് കണ്ടാലും നോക്കിപ്പോവും അല്ലേ ദീപേ? ശിവയെ കണ്ട് യമുന പറഞ്ഞു. പിന്നില്ലാതെ, പോയി വന്നാലൊന്ന് ഒഴിഞ്ഞിടണം മോളെ, ദീപയും പറഞ്ഞു. ശിവ എല്ലാവരും നല്ല പറയുന്ന കേട്ട ഗമയിൽ പുറത്തേക്ക് നടന്നു. അവൾക്ക് കൂട്ടായി പിള്ളേർ സെറ്റും ഉണ്ട്. എല്ലാ ഷർട്ടും കൊണ്ടൊക്കെ ഇട്ട് സുന്ദരക്കുട്ടന്മാരെ ഒരുങ്ങി നിന്നിട്ടുണ്ട്. എല്ലാവരോടും യാത്ര ചോദിച്ച് ശിവ അവരോടൊപ്പം നടന്നു. രവിയേട്ടാ, അവൾ ആദ്യമോനെ കണ്ട എങ്ങനെ പ്രതികരിക്കുന്നോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. ശിവ പോയതും ശ്യാമ രവിയെ നോക്കി പറഞ്ഞു. താൻ പേടിക്കാതെടൂ, അവളൊന്നും പറയില്ല. പിന്നെ സിദ്ധുമോ കൂടെ ഉണ്ടല്ലോ. രവി അവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ അത് പറയുമ്പോഴും അയാളുടെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ശിവ പാടവരമ്പിലൂടെ കുട്ടികളോടൊപ്പം നടന്നു. പാടത്തിന്റെ അക്രിയാണ് ക്ഷേത്രം. ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. വൈകുന്നേരമായതിനാൽ ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. സൂര്യരശ്മികൾ തട്ടുമ്പോൾ നെൽക്കതിരുകൾ സ്വർണ്ണ നിറത്തിൽ കാണപ്പെട്ടു. പാടത്തിന്റെ ഒരു ഭാഗത്ത് കൊക്കുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുമിച്ച് നിൽക്കുന്ന അവയെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നി ശിവക്ക്. എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു സായാഹ്നമായിരുന്നത്. വയൽക്കാറ്റ് അവിടെ ധാവണിത്തുമ്പിൽ തട്ടിത്തലോടി പോയിക്കൊണ്ടിരുന്നു. വൈകുന്നേരങ്ങളിൽ പാടവരമ്പത്തൂടെ നടക്കുന്നത് പണ്ട് മുതലേ ശിവക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇതൊക്കെയാണ് സിറ്റി ലൈഫിൽ അവൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നു. നാട്ടിൽ നിൽക്കാറില്ലെങ്കിലും ശിവയെ ആ നാട്ടിലെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ കാണുന്നവരെല്ലാം അവളോട് വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ അവളുടെ കല്യാണം ഉറപ്പിച്ച കാര്യം അവർക്ക് അറിഞ്ഞിരുന്നു. പരിചയമില്ലെങ്കിലും എല്ലാവരുടെയും ചോദ്യത്തിനുള്ള മറുപടി കൊടുത്തുകൊണ്ടാണ് ശിവയുടെയും നടപ്പ്. സംസാരങ്ങൾക്കൊടുവിൽ ഇത്തിരി വൈകിയാണ് ക്ഷേത്രത്തിലെത്തിയത്. ശ്രീകോവിലിന് മുന്നിൽ കണ്ണുകളടച്ച് നിൽക്കുമ്പോൾ ശിവക്ക് പ്രിയപ്പെട്ട ആരുടെയോ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വേള കണ്ണു തുറന്നു നോക്കിയതും തന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആദിയാണ് അവൾ കാണുന്നത്. പെട്ടെന്ന് അവനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടുന്നെങ്കിലും ആ ചിരിക്കധികം ആയുസ്സുണ്ടായിരുന്നില്ല. വൈകാതെ തന്നെ പുഞ്ചിരി മാറി കോപം ആ മുഖത്ത് സ്ഥാനം പിടിച്ചു. ശിവ അപ്പോഴാണ് കുട്ടികളുടെ കാര്യം ഓർത്തത്. അവൾ അവിടേക്ക് നോക്കിയെങ്കിലും അവരുടെ പൊടി പോലും ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. ആദ്യ കണ്ണൂർ നോക്കുമ്പോൾ കണ്ട് തന്നെ നോക്കി ദേഷ്യം കൊണ്ട് ചുവന്നിൽക്കുന്ന ശിവയാണ്. അവൻ കണ്ടെന്ന് മനസ്സിലായതും ശിവ വേഗത്തിൽ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങി. അവളുടെ പ്രവൃത്തി കണ്ടതും ഒരു പുഞ്ചിരിയോടെ അവനും അവളുടെ പുറകിൽ തന്നെ നടന്നു. എന്റെ കൃഷ്ണ, ഇവിടെ നീ എനിക്ക് സമാധാനം തരില്ലേ? എന്തിനാണ് ഇയാൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ശിവ പിറുവിറുത്തോണ്ട് നടന്നു. പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ പ്രാർത്ഥിച്ചതിനു ശേഷം അവൾ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ശിവ ആദ്യം വിളിച്ചു കേട്ടിട്ടും ശിവ മൈൻഡാക്കാതെ നടത്താൻ തുടർന്നു. പ്ലീസ് ശിവ, ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കേൾക്കണം മനസ്സ് കാണിച്ചോളൂ തനിക്ക്. ആദ്യ ദയനീയമായി ചോദിച്ചു. നിങ്ങൾ പറയുന്നൊക്കെ കേട്ടതിന്റെ ഫല ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇനി കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. ശിവ, ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത്, അതെനിക്ക് സഹിക്കുന്നില്ല. ഒന്നില്ലെങ്കിലും ഇനി ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ നമ്മൾ. അപ്പൊ അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ? ഒരുമിച്ചുള്ള ജീവിതം, അതും നിങ്ങളുടെ കൂടെ. ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ മിസ്റ്റർ ആദിത്യൻ. നിങ്ങളെ വെറുപ്പായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചെന്ന് വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവനെ നോക്കി പകയോടെ പറഞ്ഞുകൊണ്ടവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. തുടരും.